ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഈന്തപ്പഴവും പാലും വെച്ചിട്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു 15 പീസ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 15 എടുത്തത്. വലിയ ഈന്തപ്പഴമാണെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മധുരമുള്ള ഈന്തപ്പഴം എടുത്താൽ പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. പാലല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചാലും മതി. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോഴേക്കും പാൽ നന്നായി തണുത്തിട്ടുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പഴമാണ്. നല്ലതുപോലെ പഴുത്ത പഴം ചേർക്കണം. ചെറിയ പഴമാണെങ്കിൽ 2 പീസ് എടുക്കാവുന്നതാണ്. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. തരികളൊന്നും ഉണ്ടാവരുത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് കോൺഫ്ലോർ എടുക്കാം. ഇവിടെ ഞാൻ മൊത്തത്തിൽ 2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാല് കോൺഫ്ലോറിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലോർ ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ബാക്കി വരുന്ന പാലും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈന്തപ്പഴവും പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒട്ടും പോലും കട്ടയില്ലാതെ നന്നായി ഇളക്കിയെടുക്കണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ 2 കപ്പ് പാലെടുത്തില്ല, അതിൽ നിന്ന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇനി നമുക്കിത് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. കോൺഫ്ലോർ ചേർത്തുകൊണ്ട് ഇത് വേഗം തന്നെ കുറുകി വരും. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്കതിന് പകരം മൈദ ചേർക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കാണിക്കുമ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. ഇനി നമുക്ക് ഈ 2 ഗ്ലാസ്സിലും ഇത് പകർന്നു കൊടുത്ത ശേഷം കുറച്ച് നട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ പിസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ചെറി, ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചിൽഡ്രൻ, ടേക്ക് കെയർ. ബൈ ബൈ.